ഇതൊരു LG ഓവൻ്റെ PCB ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഡെഡാണ്. നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ ഡിസ്പ്ലേയിലൊന്നും കാണിക്കുന്നില്ല, ഫുള്ള് ഡെഡാണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്, നമുക്കത് നോക്കാം. പവർ സപ്ലൈ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പവർ സപ്ലൈയിൽ ഈ കപ്പാസിറ്ററിൽ ചാർജ് ഒന്ന് സ്റ്റോർ ആവുന്നുണ്ട്, പക്ഷേ മറ്റ് ഫങ്ഷൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഈ കപ്പാസിറ്ററിൽ ചാർജൊക്കെ ഉണ്ട്. IC വർക്കിംഗ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഔട്ട്പുട്ടൊന്നും വോൾട്ടേജുകളൊന്നും ഇല്ല. നമുക്കപ്പോൾ പവർ സപ്ലൈ ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനൊരു എളുപ്പത്തിനായിട്ട് ഇവിടെ ഈ 2 കപ്പാസിറ്റർ കാണാൻ സാധിക്കും. ഇത് 500 വോൾട്ട് 4.7 MFൻ്റെ കപ്പാസിറ്ററാണ്. ഇത് രണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് നിന്ന് ഒരു വയർ സോൾഡർ ചെയ്തെടുക്കുക. ഗ്രൗണ്ട് ഇതിൻ്റെ നെഗറ്റീവ് ഒരു വയർ സോൾഡർ ചെയ്തെടുത്തിട്ട് നമുക്ക് മീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബിലേക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഒരു കൈ കൊണ്ട് ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. വീഡിയോ സെൽഫായിട്ട് കൂടി എടുക്കുന്നതുകൊണ്ട് അതൊരു സൗകര്യമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ അങ്ങനെ ചെയ്തു. ഞാൻ പോസിറ്റീവ് പ്രോബ് എടുത്ത് ഇനി ഇതിൻ്റെ സർക്യൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇവിടെ AC വന്നു. ഇവിടുത്തെ 2 പിന്നിലാണ് AC ലൈൻ വരുന്നത്. അതായത് ഇവിടെയും ഇവിടെയാണ് ന്യൂട്രലും ഫേസും ലൈൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മളൊന്ന് സോൾഡർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവിടുന്ന് കറക്റ്റ് ഡയോഡ് വഴിയൊക്കെ ഇത് ബ്രിഡ്ജായി ഇവിടെ കറക്റ്റ് 300 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ താഴെ 300 വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ ഒരു 2.2K റെസിസ്റ്റൻസ് ഇട്ടിട്ട് വേറൊരു അതേ സെയിം ഫിൽട്ടർ കപ്പാസിറ്ററിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ചാർജ് സ്റ്റോർ ആകുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ലൈൻ വരുന്നുണ്ട്. 300 വോൾട്ട് ഇവിടെ ഓക്കെ ആണെന്നാണ് എൻ്റെ അർത്ഥം. പിന്നീട് ഒരു 2.2K റെസിസ്റ്റൻസ് ഇട്ടിട്ട് വീണ്ടും ഒരു കപ്പാസിറ്ററിലേക്കാണ് വരുന്നത്, ഫിൽട്ടർ കപ്പാസിറ്ററിലേക്ക് വന്നിട്ട് പിന്നെയാണ് അത് ചോപ്പറിലേക്കും അതുപോലെ തന്നെ ICയിലേക്കൊക്കെ ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ സപ്ലൈ ഒന്ന് 300 വോൾട്ട് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ മീറ്റർ 600ലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്, DC. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തു. ഇവിടെ 300 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അവിടെ 300 വോൾട്ട് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ ഫിൽറ്ററിലേക്ക് സപ്ലൈ ഉണ്ട്. ഇനി നമുക്ക് ഈ റെസിസ്റ്റൻസിൽ നിന്ന് നേരെ ഈ ഫിൽറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് പോകുന്നുണ്ട്. ആ ലൈൻ നോക്കണം. ഇവിടെ സപ്ലൈകളൊന്നും കാണിക്കുന്നില്ല വലുതായിട്ട്. അപ്പോൾ ഇവിടെ ലൈൻ വരുന്നില്ല. ഇപ്പോൾ ICയിലേക്കൊക്കെ സപ്ലൈ പോകണമെങ്കിൽ ഈ റെസിസ്റ്റൻസിലൂടെ പോയാലേ ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ലൈനൊന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഡിസ്ചാർജ് ചെയ്ത് മാറ്റണം കപ്പാസിറ്റർ. ഞാനിവിടെ ഒരു ബൾബിൻ്റെ 2 വയറെടുത്ത് ഈ ഫിൽട്ടർ കപ്പാസിറ്റർ ഒന്ന് കൊടുക്കുകയാണ്. എൻ്റെ പ്ലസും മൈനസിലേക്ക് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ചാർജ് ഡിസ്ചാർജ് ചെയ്ത് കളയുകയാണ്. അത് ഓൾറെഡി ചാർജ് ഉണ്ടാവും, ആ ചാർജ് ഡിസ്ചാർജ് ചെയ്ത് കളയുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 2.2K ഓംസ് വരുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് ഓപ്പണാണ്, നമുക്ക് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത്. അതായത് ഇവിടുന്ന് കയറി വരുന്ന ലൈൻ, അത് ഞാൻ ഒരു ലെഗ് ഊരിവിട്ടു. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഈ റെസിസ്റ്റൻസ് ഓപ്പണാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു LGയുടെ ഒരു കോമൺ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഈ റെസിസ്റ്റൻസ് ഒന്ന് മാറ്റിയിട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 2.2K റെസിസ്റ്റൻസ് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഒരു 1.5Kയും ഒരു 1Kയും കൂടി ഞാൻ സീരിയൽ ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. നമുക്കിതിനി ഇതിനകത്തേക്കൊന്ന് ഇട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ ഇപ്പോൾ സപ്ലൈ എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ റെസിസ്റ്റൻസ് മാറി. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കപ്പാസിറ്ററിൽ നിന്ന് സപ്ലൈ നോക്കാം. അപ്പോൾ അവിടെ 300 വരുന്നുണ്ട്. ഓക്കെ, അവിടെ 300 വോൾട്ട് അടുത്ത് സപ്ലൈ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് മാറിയതിന് ശേഷം സപ്ലൈ നോക്കാം. അവിടെ 300 വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ 300 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ എല്ലാം തെളിഞ്ഞു. നമ്മുടെ സെറ്റ് ഇത് ബോർഡ് ഓൺ ആയിട്ടുണ്ട്, PCB. ഇനി നമുക്കിനി നമ്മുടെ ആ സെറ്റിൽ നമുക്ക് ഇട്ട് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ സിസ്റ്റത്തിനുള്ളിൽ ഈ ബോർഡ് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഓൺ ചെയ്തു, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 10 സെക്കൻഡാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.